അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ, തിരുരക്തമൊഴുക്കണമേ. അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു, ശാപങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അഭിഷേകമൊഴുകിടുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിടുക നീ. ഒന്നായി പാടി വച്ചിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ഈശോ നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടാണെങ്കിലും ഈശോയെ, നിന്റെ ആത്മാവാൽ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കും, ശക്തിപ്പെടുത്തും. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അനുദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ നിറയട്ടെ. അഭിഷേകത്തിൽ നയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോട് കൂടെ കൂട്ടായിരിക്കണമേ. ആമേൻ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള ദൈവജനമേ, ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശക്തരായിരിക്കുവിൻ, ശക്തിയുള്ളവരായിരിക്കുവിൻ. ഈശോ നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോ ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശക്തി പ്രാപിച്ച് ആയിരിക്കുവിൻ എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 49 തിരുവചനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 49 തിരുവചനം: ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇതാ ഉന്നതത്തിൽ നിന്നുള്ള ഒരു ശക്തി നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 തരത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 1 സത്യാത്മാവ് എന്നുള്ളതാണ്, 2 ദൈവത്തിന്റെ ശക്തി എന്നുള്ളതാണ്, 3 സഹായകൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ ശക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 1 അധ്യായം 8 തിരുവചനം പറയുന്നു, നിങ്ങൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും വചനം പ്രസംഗിക്കണം, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. അതിനു മുമ്പായി ഈശോ പറഞ്ഞു വെക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ സ്വർഗീയമായ ശക്തി സ്വീകരിക്കുവിൻ എന്നുള്ളതാണ്. ശക്തി സ്വീകരിക്കുക, പവർ നമുക്ക് ആവശ്യമാണ്. മാനുഷിക അർത്ഥതലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ അല്ല, മറിച്ച് ഇത് സ്വർഗീയമായ ശക്തിയാണ് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ
ഈ അത്യുന്നതന്റെ ശക്തി ആവശ്യമാണ്. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ സ്വർഗീയമായിട്ടുള്ള ശക്തി, അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളെ നേരിടാനുള്ള വലിയ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് മാനുഷിക അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ശക്തിയല്ല. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ഒരിക്കലും തളച്ചിടാൻ സാധ്യമല്ല. സ്വർഗീയമായ ശക്തി വന്നു കഴിയുമ്പോൾ അസാധ്യമായ കാര്യങ്ങളൊക്കെ സംഭവിക്കപ്പെടും. പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞു, നിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി കടന്നു വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. അസാധ്യമെന്ന് ഇക്കാലം അത്രയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാധ്യമാകും. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് ഗർഭം ധരിക്കുന്ന എങ്ങനെ അത്യുന്നതന്റെ ശക്തി കടന്നു വന്നപ്പോൾ, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത, വിവാഹം കഴിച്ചിട്ടില്ലാത്ത നീ എങ്ങനെ പ്രസവിക്കും? അത്യുന്നതന്റെ ശക്തി കടന്നു വരുമ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഈ ഒരു ശക്തി കൊണ്ട് നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ ശക്തി ആവസിച്ചു കഴിയുമ്പോൾ അസാധ്യമായ കാര്യങ്ങളൊക്കെ സാധിക്കപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം പഠിപ്പിച്ചത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി, അത്യുന്നതന്റെ ശക്തി വന്നു കഴിയുമ്പോൾ മനുഷ്യൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ സംഭവിക്കപ്പെടും. വചന ശുശ്രൂഷ സ്ഥലങ്ങളിൽ, കൺവെൻഷൻ സ്ഥലങ്ങളിൽ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. പലതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്? അത്യുന്നതന്റെ ശക്തി കടന്നു വന്നിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട്, ആ വ്യക്തിയുടെ സ്വഭാവ രൂപം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ കാണിക്കണം. അപ്പന്റെ മക്കളാണെങ്കിൽ അപ്പന്റെ സ്വഭാവം മക്കൾ കാണിക്കണം. അപ്പന്റെ സ്വഭാവം എന്ന് പറയുന്ന സ്നേഹമാണെങ്കിൽ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കുമ്പോഴാണ് നമ്മൾ അപ്പന്റെ മക്കളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ദൈവീകമായ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നത്. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നത് പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ സ്വഭാവ പ്രത്യേകതകൾ കാണുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെ മാത്രമല്ല, ആ വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ശക്തിയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. ഈ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഓരോ ഫലങ്ങളും ഒരു ശക്തിയായിട്ടാണ് തിരിച്ചറിയണം. 5-ാം അധ്യായം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം, ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജഡത്തിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തിന്മ കടന്നു വരുമ്പോൾ ആ തിന്മയുടെ സ്വഭാവ പ്രത്യേകതകൾ ആ വ്യക്തി കാണിക്കും. ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൊക്കെ ആ തിന്മയുടേതായ നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹവും ദയയും നന്മയും ആത്മസംയമനവും സൗമ്യതയും വിശ്വസ്തതയും ഒക്കെ നിറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും പ്രാർത്ഥിക്കണം, ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ, ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ളതല്ല, അത്യാവശ്യമുള്ള ചില ഫലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഈ ഫലങ്ങൾ കൃത്യം വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ഫലങ്ങളെല്ലാം തന്നെ ഒരു കടയിൽ നിന്നോ ലോകത്തിൽ നിന്നോ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇത് സ്വർഗീയമായ ചില കൃപകളാണ്. ഈ കൃപകൾ നമ്മിൽ നിറയുമ്പോഴാണ്
നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഉദാഹരണത്തിന് സ്നേഹം. ഈ സ്നേഹം, ദൈവികമായ സ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവുകയുള്ളൂ. ലോകം സമ്മാനിക്കുന്ന സ്നേഹമാണെങ്കിൽ കണക്ക് പറയാൻ തുടങ്ങും. ലോകം സമ്മാനിക്കുന്ന സ്നേഹമാണെങ്കിൽ നമ്മൾ അതിന് കണക്കുകൂട്ടി അതിന്റെ ജീവിതത്തിൽ നമ്മൾ അതിന്റെ കുറ്റവും കുറവുകൾ എണ്ണിക്കൊണ്ടിരിക്കും, പരാതിപ്പെടാൻ തുടങ്ങും. പല മനുഷ്യരുടെ സങ്കടം എന്ന് പറയുന്നത് എന്താണ്? എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. പല കൗൺസിലിംഗിന്റെ അവസരത്തില് ഭാര്യ ഭർത്താക്കന്മാർ പറയും, എന്നെ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, എന്നെ എന്റെ ഭർത്താവിന് മനസ്സിലാവുന്നില്ല. ഇത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ വലിയ ഒരു സത്യമാണ്. എന്നാൽ ദൈവിക സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോൾ മറ്റുള്ളവരെ ദൈവിക സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, അംഗീകരിക്കാൻ സാധിക്കും. ലോകത്തിന്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ചോ, ആ സ്നേഹം സാവധാനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ലോകത്തിന്റെ സ്നേഹം കൊണ്ടാണെങ്കിൽ, ഒരുപക്ഷെ സൗന്ദര്യമാവാം, അവളുടെ ഏതെങ്കിലും പ്രത്യേകതകൾ കൊണ്ടാവാം, അത് കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. ദൈവികമായ സ്നേഹം കൊണ്ടാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് ജീവിതകാലം മുഴുവൻ നിലകൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സ്നേഹം കൊണ്ട് നിറയുക. ദൈവിക സ്നേഹം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവ കൊണ്ട് നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നതത്തിലുള്ള ശക്തിയെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ ഫലങ്ങളെല്ലാം ഓരോന്നായിട്ട് അങ്ങ് തെളിയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ വന്നിട്ട് നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്റെ ബുദ്ധിയിൽ ഒടുങ്ങുന്നതല്ല, എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ദൈവികമായ വലിയൊരു കാര്യമാണ്. മനുഷ്യന്റെ കഴിവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇതൊരു ദൈവികമായ കാര്യമാണ്. അതുകൊണ്ട് അസ്വസ്ഥപ്പെടേണ്ട എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ പറഞ്ഞു വെക്കുന്ന വലിയൊരു കാര്യമുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി. അത്യുന്നതന്റെ ശക്തി ഒരു വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തി സ്വീകരിക്കുന്ന വലിയൊരു നിലപാടാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത്, ഇതാ കർത്താവിന്റെ ദാസി. പ്രിയപ്പെട്ടവരെ, ആരാണ് ദാസൻ അഥവാ ദാസി? യജമാനൻ പറയുന്നത് കേൾക്കുകയും അതനുസരിക്കാൻ സന്നദ്ധനാവുകയും ചെയ്യുന്ന വ്യക്തിയാണ് ദാസനും ദാസിയും. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, യജമാനൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. എപ്പോഴും യജമാനൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കും. രണ്ട്, യജമാനൻ പറയുന്ന പ്രവൃത്തികൾ എത്ര വലിയ കടുപ്പമുള്ളതാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറായിരിക്കും. പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുന്നത് ഈ വലിയ ഒരു കടുത്ത തീരുമാനമാണ്, ഇതാ കർത്താവിന്റെ ദാസി. വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മാലാഖ അവളെ വിട്ടുപോയി, ദൈവദൂതൻ അവളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഈ വാർത്ത അറിയിച്ചതിന് ശേഷം ദൈവദൂതൻ അടുക്ക ഇരുന്നുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നില്ല, മറിച്ച് ഈ ഒരു വാർത്ത കൊടുത്തതിന് ശേഷം അവളിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൾ ഇങ്ങനൊരു തീരുമാനമെടുത്തു, ഇതാ കർത്താവിന്റെ ദാസി, എന്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ കൈകളിലേക്ക് അർപ്പിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട വലിയൊരു നിലപാടിനെ പരിശുദ്ധ അമ്മ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നിനക്ക് ജീവിതത്തിൽ ഉന്നതത്തിലുള്ള ശക്തി വേണമോ? നീ എളിമപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ ഒരു ദാസന്റെയും ദാസിയുടെയും സ്വഭാവം ഏറ്റെടുക്കുക. ദൈവികമായ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഉന്നതത്തിലുള്ള ശക്തി നിനക്ക് ലഭിക്കും. ഈ അടുത്ത നാളില് ഒരു കൗൺസിലിംഗിന്റെ അവസരത്തിൽ ഒരു പെൺകുട്ടി 30-35 വയസ്സ് കഴിഞ്ഞു, ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഈ വലിയ തടസ്സം മാറാൻ നീ ഒരു കാര്യം ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എന്തിനാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതികളൊക്കെ പോരെ? പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു പോരാ, അല്പം കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം
ആവശ്യം വലുതായതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിന്റെ പ്രശ്നം, നിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നം, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ അങ്ങനെ കാര്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല. വളരെ നോർമലായിട്ട് സാധാരണ പോലെ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനപ്പോൾ എന്റെ കയ്യിലിരുന്ന കൊന്തയെടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, നീ എല്ലാ ദിവസവും മിനിമം 4 കൊന്തയെങ്കിലും ചെല്ലണം. കാരണം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടും. നിന്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ ഉത്സാഹം കിട്ടും. പരിശുദ്ധ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യം പെട്ടെന്ന് നടക്കും. അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ 4 കൊന്ത ചെല്ലാനെന്ന് ഉദ്ദേശിക്കുന്നില്ല, 1 കൊന്തയൊക്കെ മതി, ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അവളോട് പറഞ്ഞു, എനിക്കിനി ഒന്നും പറയാനില്ല. കാരണം എന്താണ്? അവൾ ഞാൻ എന്തെല്ലാം പറയുന്നുവോ അതിന് മറുതലിച്ചുകൊണ്ട്, അതിന് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവളുടെ വിചാരം ഇപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവികമായ കാര്യങ്ങൾ കേൾക്കാൻ, ദൈവികമായ കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാനുള്ള വലിയൊരു മാർഗമാണ്. അസാധ്യമായ കാര്യങ്ങൾ, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ അവളുടെ ബുദ്ധിയിൽ അവൾ വിചാരിച്ചാൽ തീരുന്ന കാര്യങ്ങളല്ല, അവളുടെ കുടുംബ പ്രശ്നങ്ങൾ തീരുന്നതല്ല, മറിച്ച് അവിടെ ദൈവികമായ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഇതല്ല എങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സങ്കടപ്പെട്ടും ദുഃഖിച്ചും ജീവിക്കും. ദൈവികമായ ഇടപെടൽ കിട്ടണമെങ്കിൽ എളിമപ്പെടണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ അപ്രകാരം എളിമപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് പരിശുദ്ധ അമ്മയിലേക്ക് വലിയൊരു കൃപ ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകുകയാണ്. ഈ ശക്തി സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സഹായിക്കാനായിട്ട് ഓടുന്നത്. അതിനുശേഷം പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുന്നു, ഇതാ കർത്താവിന്റെ ദാസി. സ്തോത്രഗീതമാണ്, സ്തോത്രഗീതം, ആനന്ദിക്കുകയാണ്. ആർക്കാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ആനന്ദിക്കാൻ സാധിക്കുന്നത്? കല്യാണം കഴിക്കാത്ത പെണ്ണ് പ്രസവിക്കാൻ പോകുമ്പോൾ ആനന്ദിക്കാൻ സാധിക്കുന്നത്? അവളുടെ ഉള്ളിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രവർത്തിക്കുകയായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നതത്തിൽ നിന്ന് ശക്തി, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. അതിനെന്ത് വേണം? ഒരു ദാസന്റെയും ഒരു ദാസിയുടെയും ജീവിത അനുഭവത്തിലേക്ക് കടന്നു വരിക. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ദൈവിക ശക്തിയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം മുഴുവൻ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചു, ഉന്നതത്തിലുള്ള ശക്തി വ്യക്തികൾ സ്വീകരിക്കുമ്പോൾ 2 മേഖലകളിലൂടെയാണ് സ്വീകരിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ആ വ്യക്തിയിൽ വളരാൻ തുടങ്ങും. രണ്ടാമത്തത്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ സൂചിപ്പിക്കപ്പെടാൻ തുടങ്ങും, പെരുമാറ്റത്തിൽ കടന്നു വരാൻ തുടങ്ങും. വചനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ പ്രവചനപരം, രോഗശാന്തിപരം, ഭാഷാപരം, വ്യാഖ്യാനപരം, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത വരങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്, വരങ്ങൾ എന്നറിയപ്പെടുന്നത്? കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് വചനത്തിൽ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള പെരുമാറ്റങ്ങളിൽ നമുക്ക് വലിയൊരു കൃപ. ഈ കൃപകൾ ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ അത്യധികം വളരാൻ തുടങ്ങും. നമുക്കൊരു കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഒരു ശുശ്രൂഷ വഴികളിൽ മുന്നോട്ട് നീങ്ങേണ്ടത് കൃത്യം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ ഈശോ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരം ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയായിട്ടാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 ദൈവത്തിന്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അത്യുന്നതന്റെ ശക്തി സ്വീകരിക്കുവിൻ, അതിനുശേഷം ഇറങ്ങി പുറപ്പെടുക. ലൂക്കാസ് വിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം പഠിപ്പിച്ചു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, ഈ ഉന്നതത്തിൽ നിന്ന് ശക്തിയാൽ നിറയപ്പെടുവാൻ, വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ, വലിയൊരു സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അസ്വസ്ഥതയുടെ ആവശ്യമില്ല, നിരാശയും ദുഃഖത്തിന്റെ ആവശ്യമില്ല. എന്തെല്ലാം സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിൽ ഒരു ആനന്ദം, ഒരു സന്തോഷം നമ്മൾ നിറയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും. ആമേൻ.